മലപ്പുറത്തേക്കൊന്ന് പോകണം. അവിടെ CV അനുമോദ് ഉണ്ട്. അനുമോദിനൊപ്പം അല്ലേ മലപ്പുറത്തുകാരായ കുറേ അധികം ആളുകൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ബജറ്റ് ദിവസമാണ് അനുമോദ്. നമ്മൾ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്നു എന്നുള്ള രാവിലെ മുതൽ തന്നെ പറയുന്നുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണോ മലപ്പുറത്തുകാർക്കുള്ളത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ബജറ്റ് ദിവസം എപ്പോഴും നമ്മൾ മലപ്പുറക്കാരെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പ്രവാസികളുടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. അതേപോലെ തന്നെ കായിക മേഖലയിൽ എല്ലാ തവണയും കായിക മേഖല മലപ്പുറത്ത് ഓരോ പ്രധാനപ്പെട്ട ഇടത്തൊരു സ്റ്റേഡിയത്തിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തിൻ്റെ ടൂറിസം മേഖലകൾ അത് കേന്ദ്രീകരിച്ച് സർക്കിൾ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല തവണ പലതും കേട്ട് പരിചയിച്ച ഒരു ശീലമാണ് മലപ്പുറംകാർക്കുള്ളത്. ഇത്തവണയാണെങ്കിൽ ശ്രീധരൻ ഒരു ഹൈസ്പീഡ് റെയിലിൻ്റെ പദ്ധതിക്കായിട്ട് സർക്കാരിൻ്റെ ഒരു അനുവാദം വരുമ്പോൾ അതിന് എന്തെല്ലാം പരിഗണനകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ മലപ്പുറത്തിലൂടെ ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതായിട്ടുള്ളതാണ് രേഖകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കണക്കുകളിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇത്തവണ നൽകുന്ന ഒരു തവണ നമുക്ക് മലപ്പുറംകാരോട് ചോദിച്ചു നോക്കാം. ഷൗക്കത്ത്, നമ്മളൊക്കെ എല്ലാ തവണയും ബജറ്റിൻ്റെ ദിവസം രാവിലെ കാണുമ്പോൾ പ്രവാസി ക്ഷേമവും അതുപോലെ തന്നെ ഈ കായിക മേഖലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കാറുണ്ട്. ഇത് ഈ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ? മലപ്പുറത്തിൻ്റെ പ്രതീക്ഷകൾ സത്യം പറയാൻ നമ്മൾ ആസ്ഥാനത്താണ്. കാരണം ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ സർക്കാരിൻ്റെ 5 ബജറ്റ് അവസാനത്തെ 6ാമത്തെ ബജറ്റാണ്. 5 ബജറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും മലപ്പുറത്തിനോടുള്ള ഒരു അവഗണന നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഓരോ പ്രഖ്യാപനങ്ങളും അതിൻ്റെ ടോക്കൺ എമൗണ്ടും അല്ലാതെ മലപ്പുറത്ത് കാണാവുന്ന ഒരു പദ്ധതിയും നമുക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് സാധ്യമല്ല. നമ്മൾ രാഷ്ട്രീയപരമായി പറയുകയല്ല, എന്നിരുന്നാലും ഒരു അവഗണന ശരിക്കും മുഴച്ചു നിൽക്കുന്ന ഒരു അവഗണന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണ് കായിക പദ്ധതികൾ. UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഇപ്പോൾ പുതിയ സ്റ്റേഡിയം പണിയാണെങ്കിലും ഇത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്, വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. ആ മേഖലയിൽ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്, മലപ്പുറം ജില്ലക്കാരനായ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒന്നും സാധിക്കുന്നില്ല. പിന്നെ സർവത്ര അഴിമതി. അപ്പോൾ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഫുട്ബോളിന് പേര് കേട്ട മലപ്പുറം ജില്ലയിൽ ബൃഹത്തായ ഒരു പദ്ധതി, ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത സ്റ്റേഡിയം, അതും പ്രഖ്യാപനത്തിലാണ്. അതിൻ്റെ ഒരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ആ മേഖലയിൽ ഒരു പ്രതീക്ഷയും ഇല്ല. ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. പിന്നെ മറ്റെല്ലാ മേഖലകളും നമ്മൾ പറയേണ്ട കാര്യമില്ല. മലപ്പുറത്ത് പ്രത്യേകിച്ച് ജില്ലാ ആസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷം നമുക്ക് കാണാവുന്ന ഒരു പദ്ധതി ഈ സർക്കാർ പ്രഖ്യാപിച്ചതും കൊണ്ടുവന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിരാശയാണ്. ആ നിരാശ പ്രത്യേകിച്ച് കോട്ടക്കുന്നാണെങ്കിലും ടൂറിസം മേഖലയാണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുവാൻ കഴിഞ്ഞ 5 വർഷം സാധിച്ചില്ല. വലിയ നിരാശയിലാണ് അടുത്ത അവഗണന മലപ്പുറത്തോടുണ്ട്. അടുത്ത അവഗണന നിങ്ങളത് മാധ്യമപ്രവർത്തകർ നോക്കി കഴിഞ്ഞ ഇതിപ്പോൾ 6ാമത്തെ ബജറ്റാണ്. 5 ബജറ്റ് എടുത്ത് നോക്കിയാൽ എടുത്തു പറയാവുന്ന എന്താണ് മലപ്പുറത്തിന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ബിഗ് സീറോയാണ്. അത് മലപ്പുറത്ത് വലിയ ജനങ്ങൾ പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് അഭിപ്രായം തന്നെയാണോ? പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഒരു അവസാനത്തെ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് EMS സർക്കാരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ അവസാനത്തെ ഒരു ബജറ്റായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഇതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ സഖാവ് വന്നിട്ട് ഗൾഫിൽ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞ പ്രവാസികളാണ്. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ഖജനാവിലേക്കൊക്കെ ഞങ്ങൾ പ്രവാസികളായ ആളുകൾ ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ അവഗണിക്കുക. അതുപോലെ തന്നെ മലപ്പുറത്തിന് എന്നും അവഗണനയാണ്. ഇനിയിപ്പോൾ അവസാനം ഒരുപാട് മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജനങ്ങളെ പറ്റിച്ച ആൾ ഇതുവരെ ഗവൺമെൻറ് അവർ മുതലെടുക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ സഖാക്കളോട് ചോദിച്ചാൽ അറിയാം, ഈ ത്രിതല പഞ്ചായത്തിൽ അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോൾ സ്ത്രീകൾ ചൂലെടുത്ത് ആട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടുത്തെ സ്ത്രീകൾ. ഈ പ്രവാസികൾക്ക് പെൻഷൻ തരുന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പ്രഖ്യാപനം, അതെന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടി? പ്രവാസികൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പൈസ അടച്ചതിന് ഇതായിട്ടുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ സമയാസമയങ്ങളിൽ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ
നട്ടെല്ലാണ് വിദ്യാഭ്യാസം. ആ വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകർക്ക് വരെ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം. എന്നാൽ ഇവരൊക്കെ തുടിച്ചു കൊഴുത്ത് ഇവർ ലണ്ടനിലും അവിടെയും ഇവിടെയൊക്കെ വീട് വെച്ചിട്ടും മക്കളെ വിദ്യാഭ്യാസം നൽകിയിട്ടൊക്കെ അവർ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇവിടെ ഈ നമുക്കറിയാം നമ്മുടെ ഫുട്ബോൾ ഇവിടുത്തെ എല്ലാവരുടെയും പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഈ പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ നാട്ടിലും സ്റ്റേഡിയം നിർമ്മിക്കുന്നതൊക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങൾക്കപ്പുറം നിങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഇതൊക്കെ മലപ്പുറം നഗരസഭ ഫുട്ബോൾ രംഗത്തായാലും അതായത് കായിക രംഗത്തൊക്കെ അതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് കേരള ഗവൺമെൻറ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നടന്ന വികസനം പ്രത്യേകിച്ച് മലപ്പുറത്തിന് ഈ ഇടതുപക്ഷ സർക്കാർ ഭയങ്കരമായിട്ട് അവഗണിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, കായിക മേഖല ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും എന്നും അവഗണിക്കപ്പെടുന്നൊരു വിഭാഗമാണ് ഞങ്ങൾ. അതിൻ്റെ പ്രതിഷേധം തീർച്ചയായിട്ടും ഞങ്ങളിലുണ്ടാവും. മലപ്പുറം ജില്ലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ വളരെ അവഗണിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ 14 ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. ഈ മലപ്പുറം ജില്ലയ്ക്ക് ഈ അവസാന സമയത്ത് ടോട്ടൽ 200-ലധികം ഡോക്ടർമാരാണ് ഈ 13 ഡിസ്ട്രിക്റ്റിനും കൊടുത്തത്. ആ സമയത്ത് ഏറ്റവും തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയ്ക്ക് തന്നെ വെറും 4 ഡോക്ടേഴ്സിനാണ്. അതാണ് അവസ്ഥ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നാണ് നമുക്ക് ജനസംഖ്യാനുപാതികമായ വികസനം എത്തുന്നില്ല എന്നുള്ളത്. ജനസംഖ്യ അനുപാതമായിട്ട് വികസനങ്ങൾ മലപ്പുറത്ത് കിട്ടുന്നില്ല, അവഗണിക്കുകയാണ്. സർക്കാർ കരുതി കൂട്ടി അവഗണിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിനോട് കുറച്ചുകൂടി അനുഭാവപൂർവ്വ നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ബജറ്റിൽ? ഇനി കാര്യമായിട്ട് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും അവർ ഈ ന്യൂസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് അനുകൂലമായിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഈ ബജറ്റിൽ ഒരു പ്രതീക്ഷയില്ല. എന്താ വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു അവസാനത്തെ ബജറ്റായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. അതുകൊണ്ട് അവർ ഈ പ്രദേശത്തിന്, ഈ മലപ്പുറത്തിന് പ്രത്യേകിച്ചൊന്നും അവർ തരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും തന്നാൽ അത് കിട്ടി നമുക്ക് വിശ്വസിക്കാം. അത്രേ ഉള്ളൂ. എന്തായാലും തികച്ചും അവഗണനയാണ്. ഇതിലിപ്പോൾ ഓരോ തവണയും ടോക്കൺ എമൗണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മലപ്പുറത്തിന് ഇത്ര അനുവദിച്ചു എന്നൊക്കെ നമ്മൾ ഓരോ ബജറ്റ് കഴിയുമ്പോഴും പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ആ ടോക്കൺ എമൗണ്ടിന് അപ്പുറം പ്രായോഗിക തലത്തിൽ എന്തെങ്കിലും ഈ നടക്കുമെന്നുള്ള പ്രതീക്ഷ ശേഷിക്കുന്നുണ്ടോ? വളരെ സാധ്യത കുറവാണ്. കാരണം മലപ്പുറത്ത് പൊളിറ്റിക്കലി, ഇതിലൊക്കെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, മലപ്പുറത്ത് പൊളിറ്റിക്കലി LDF സർക്കാരിന് അവർക്കൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടും രാഷ്ട്രീയ സാഹചര്യമൊക്കെ അവർക്ക് പ്രതികൂലമായതുകൊണ്ടും ഒരുപക്ഷെ ഇപ്രാവശ്യവും മലപ്പുറത്തെ MLA-മാർക്ക് സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ച് അങ്ങനെ ഒരു പിന്നെ സാധ്യതയാണെന്ന് ഈ ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് മലപ്പുറത്ത് ശരിക്കും അടിസ്ഥാനപരമായിട്ട് അനുവദിക്കപ്പെടേണ്ടത് എന്തൊക്കെയാണ്? മലപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ മേഖലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള പിന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും ബൃഹത്തായ രൂപത്തിൽ പദ്ധതികൾ ആവശ്യമാണ്. കാരണം ജനസാന്ദ്രത ഏറ്റവും കൂടുതലൊരു ജില്ല. നേരത്തെ മനാഫ് സാഹിബ് സൂചിച്ച പോലെ കഴിഞ്ഞ 2 മാസം മുമ്പ് അനുവദിച്ച 200 തസ്തികകളിൽ 2 or 3 മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യമേഖലയിൽ വളരെയധികം പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ മരണങ്ങൾ ആശുപത്രിയിലെത്തി, പിന്നെ ഡോക്ടർമാരുടെ ശ്രദ്ധ കുറവ് മൂലമൊക്കെ മരണം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ആവർത്തിക്കുന്നൊരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ കൂടുതലാണ്. അപ്പോൾ ആയതുകൊണ്ട് ഏറ്റവും PSCകളാവട്ടെ എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യത്തിന് ഡോക്ടർമാരും ആരോഗ്യമേഖലയിൽ ജീവനക്കാരും ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ജില്ലയാണ് മലപ്പുറം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ മേഖലയിൽ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയും നിലവിലില്ല. അപ്പോൾ നമുക്ക് കായിക മേഖല, എണ്ണം പറയുന്ന ഒരുപാട് മേഖല, എല്ലാ മേഖലകളിലും നമുക്ക് വേണ്ടത് ടോക്കൺ എമൗണ്ടിനപ്പുറം നടപ്പിലാകുന്ന പദ്ധതികളാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ജില്ലയിലെ, പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂർ അടക്കമുള്ള മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകൾ. പക്ഷേ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് റോഡുകൾ പോലും, പല ഏരിയയിലേക്കും റോഡുകൾ പോലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കാത്ത ഒരു സർക്കാരാണ് കഴിഞ്ഞ കടന്നു പോകുന്നത് എന്ന് നമ്മൾ വേദനയോടെ പറയേണ്ടതുണ്ട്. കാരണം മലപ്പുറം ജില്ലയിൽ ഈ ജനങ്ങൾ UDF രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരു സർക്കാർ ഇങ്ങനെ അനീതി കാണിക്കാൻ പാടില്ല.
തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായിട്ടുള്ള വേർതിരിവ് വികസനത്തിൻ്റെ കാര്യത്തിൽ അരുത് എന്ന ഒരു കാര്യമാണ് മലപ്പുറംകാർക്ക് പങ്കുവെക്കാനുള്ളത്. രഞ്ജിത്ത്, കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, പക്ഷേ പ്രായോഗിക തലത്തിലൊന്നും എത്തുന്നില്ല എന്നുള്ളത്. അത്തരത്തിൽ തന്നെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയാണ് മലപ്പുറത്തുകാർ പങ്കുവെക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും മലപ്പുറത്തുകാരുടെ പ്രതീക്ഷ അതാണ്. നേരത്തെ ഡാൻ കുര്യൻ പറഞ്ഞതനുസരിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നലെ മറ്റൊരു അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഞെട്ടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വമ്പൻ പ്രോജക്റ്റായി അത് മാറുന്നു. അതിന് എത്ര പണം മാറ്റിവെക്കുമെന്നുള്ളതാണ് പ്രധാനമായും കാത്തിരുന്ന് കാണേണ്ടത്. അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് സ്വാഭാവികമായും പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതടക്കമുള്ള നിരവധി പദ്ധതികൾ, വികസന പദ്ധതികൾക്കൊക്കെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.